മണിപ്പൂരിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് തീരുമാനമായില്ല. ബജറ്റ് സമ്മേളനം മരവിപ്പിച്ച് ഗവർണർ ഉത്തരവിട്ടു. ബീരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ഗവർണർ അജയ് ഭല്ല വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, വിശദാംശങ്ങൾ എന്താണ്? മോദി, നിലവിൽ ഭൂരിപക്ഷം എംഎൽഎമാരുടെയും പിന്തുണയുള്ള ഒരു നേതാവിനെ കണ്ടെത്താൻ മണിപ്പൂരിൽ കഴിഞ്ഞിട്ടില്ല. രണ്ട് പേരുടെ പേരുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്, ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് നിയമസഭാ സ്പീക്കർ തോക്കോം സാഖ്യപ്രത സിംഗ് ആണ്. രണ്ടാമത്തേത് മണിപ്പൂരിലെ നഗരവികസന വകുപ്പ് മന്ത്രി യൂനം കേംചന്ദാണ്. ഈ രണ്ടുപേരുടെ പേര് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം എംഎൽഎമാരുടെയും പിന്തുണയുള്ളൊരു നേതാവിനെ അവിടെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരാനോ ഫ്ലോർ ലീഡറായി കൊണ്ടുവരാനോ ഇതുവരെയും ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, തുടർ തീരുമാനങ്ങളെടുക്കാൻ കേന്ദ്രം കുറച്ചധികം സമയം കൂടി എടുക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴത്തെ മണിപ്പൂരിലെ അവസ്ഥ അതെന്താണെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് ഗവർണർ അജയ് ഭല്ല കേന്ദ്രത്തിന് കൈമാറും. അത് ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ എത്തുകയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പറയപ്പെടുന്നത്. അതിനുശേഷം കേന്ദ്രത്തിൻ്റെ നിലപാട് കൂടി പരിഗണിച്ചായിരിക്കും തുടർന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. അതിനുശേഷം 2 മാസത്തിനകം തന്നെ പാർലമെൻറ്റിലെ ഇരു സഭകളിലും ഈ രാഷ്ട്രപതി ഭരണത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വെച്ചാൽ മതി. മാത്രമല്ല, കൂടുതൽ സമയമെടുത്ത് ഒരു മുഖ്യമന്ത്രിയെ, അതായത് എല്ലാ എംഎൽഎമാരുടെയും പിന്തുണയുള്ള ബി.ജെ.പി എംഎൽഎമാരുടെയും എല്ലാം തന്നെ പിന്തുണയുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അതിനുശേഷം ബി.ജെ.പി നേതൃത്വത്തിന് സാധിക്കും. എന്തായാലും നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. മണിപ്പൂർ കേന്ദ്രീകരിച്ചും, അതായത് പ്രത്യേകിച്ചും ഇംഫാൽ താഴ്വര കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും തന്നെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ അതിൽ എല്ലാവരുടെയും പിന്തുണയുള്ള ഒരു നേതാവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഒരു പുതിയൊരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു സമയമെടുക്കുന്നതും. ഒരു പക്ഷേ ഭരണം നിലനിർത്താൻ ബി.ജെ.പി എന്ത് ശ്രമങ്ങളായിരിക്കും നടത്തുക, അർജുൻ? പ്രധാനമായിട്ടും സഖ്യകക്ഷികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഭരണം കൈവിട്ട് പോകാതിരിക്കാൻ. ഇപ്പോൾ തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രി ആയിരുന്ന ബീരേൻ സിംഗ് രാജിക്കത്ത് സമർപ്പിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരാവശ്യം നിയമസഭ മരവിപ്പിക്കണം, മാത്രമല്ല മറ്റ് നേതാക്കൾക്കൊരു പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം അനുവദിക്കണമെന്നുള്ള കാര്യമായിരുന്നു. ഈ ബി.ജെ.പിക്ക് അകത്ത് തന്നെയുള്ള എംഎൽഎമാർ വിപ്പ് ലംഘിച്ച് ബീരേൻ സിംഗിനെതിരെ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബീരേൻ സിംഗിന് വോട്ട് ചെയ്യാത്തൊരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെടുന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ബീരേൻ സിംഗ് തന്നെ രാജിവെച്ച് ഒഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ ബി.ജെ.പി മറ്റ് സഖ്യകക്ഷികളുമായിട്ടടക്കം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു തരത്തിലും അല്ലെങ്കിൽ പ്രതിപക്ഷം ഒരു തരത്തിലും അവിടെ മറ്റൊരു നീക്കങ്ങളും നടത്താൻ കഴിയാത്ത വിധത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്നൊരു ചർച്ചയിലൂടെ പുതിയൊരു നേതാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ച തന്നെയാണ്. ഒപ്പം കേന്ദ്രം രാഷ്ട്രപതി ഭരണം എന്നുള്ള നീക്കങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നുമുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഗവർണർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. അത് പക്ഷേ കേന്ദ്രത്തിൻ്റെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും.